ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. ഇതാണ് കിഴി പൊറോട്ട. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഇതിലേക്ക് വേണ്ട ബീഫ് മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചതാണിത്, അത് ചേർക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്യുക. സവാള ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുക. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചതാണ്, അതും 2 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സ് നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടി ആഡ് ചെയ്ത് വേവിച്ച ബീഫാണിത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി മറ്റൊരു പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റുക. ബ്രൗൺ കളറാവുമ്പോൾ ഇത് ഇറച്ചിയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യുക. അല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായി നുറുക്കിയ 3 പൊറോട്ട ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും അല്പം മല്ലിയില കൂടി ചേർക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു വാട്ടി വെച്ച വാഴയിലേക്ക് മാറ്റിയ ശേഷം ഇതുപോലെ കിഴി കെട്ടിയെടുക്കാം. ഇനി ഇത് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിഴി ഒന്ന് അഴിച്ചു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.